ഹലോ ഫ്രണ്ട്സ്, പി കെ ലേണിങ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൽ ഹിജാസ്. നിങ്ങൾക്ക് ഹിസ്റ്ററി ഭാഗം കൈകാര്യം ചെയ്യുന്ന ഫാക്കൽറ്റി ഞാനാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് പ്രധാനമായിട്ടും കേരള ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ പി കെ ലേണിങ്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡിഗ്രി ലെവലിന് വേണ്ടി ഒരു ലോങ് ടേം ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചും നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഹിസ്റ്ററി ഭാഗം മുഴുവനായി കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള മലബാർ കലാപത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ കേരള ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായി PSC തന്നിരിക്കുന്ന സിലബസിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അത്തരത്തിൽ നടന്ന സംഭവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലബാർ കലാപം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മലബാർ കലാപത്തെ പറ്റിയിട്ടാണ് പഠിക്കാനായി പോകുന്നത്, മനസ്സിലാക്കാനായി പോകുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഫാക്ടുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമ്മുടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി. അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, മലബാർ കലാപം എന്ന് പറയപ്പെടുന്നതിന്റെ നേച്ചർ പല ചരിത്രകാരന്മാരും പല പല രീതിയിലായിട്ടാണ് മലബാർ കലാപത്തെ വിശേഷിപ്പിക്കുന്നത്. ചിലർ പറയുന്നുണ്ട് മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നുള്ളത്. ചിലർ പറയപ്പെടുന്നു ഒരു വർഗീയ കലാപമായിരുന്നു അല്ലെങ്കിൽ മതപരമായി നടത്തിയ ഒരു ലഹളയായിരുന്നു ഈ ഒരു മലബാർ കലാപം എന്നുള്ളത്. ചിലർ അഭിപ്രായപ്പെടുന്നത് ജന്മിമാർക്ക് നേരെ കർഷകർ നടത്തിയ ഒരു പ്രക്ഷോഭമായിട്ടാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. സോ ഇത്തരത്തിൽ ചരിത്രകാരന്മാർക്കിടയിലും വളരെയധികം വിഭിന്ന അഭിപ്രായമുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മലബാർ കലാപം എന്ന് പറയപ്പെടുന്നത്. സോ ആ ഒരു മലബാർ കലാപത്തിന്റെ ഒരു നേച്ചർ മനസ്സിലാക്കുക, മലബാർ കലാപം പ്രധാനമായിട്ടും എങ്ങനെയാണ് നടന്നത് എന്ന് മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം മലബാർ കലാപം. സോ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ആദ്യം അറിഞ്ഞു വെക്കേണ്ടത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. സോ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം? നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത്. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഉടലെടുക്കുന്നത്. വർഷവേദ 1919. സോ 1919 ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്തുകയും തുർക്കിക്ക് മേല് വലിയൊരു ഉടമ്പടി ഏർപ്പെടുത്തുകയും അതേപോലെ തന്നെ തുർക്കിയിലെ ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം അബോളിഷ് ചെയ്യുകയും ചെയ്തു. ഖലീഫ എന്ന് പറയപ്പെടുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവായിരുന്നു. അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവായിരുന്നു ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം. സോ ആ ഒരു സ്ഥാനം തകർക്കുവാനായിട്ട് കാര്യങ്ങൾ ചെയ്തതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു രാജ്യമായിരുന്നു സഖ്യകക്ഷികളിൽപ്പെട്ട ബ്രിട്ടൻ എന്ന് പറയപ്പെടുന്ന രാജ്യം. സോ ആ ഒരു ബ്രിട്ടനെതിരായിട്ട് ജനവികാരം രൂക്ഷമാവുകയും അങ്ങനെ ഇന്ത്യയിൽ ആ ഒരു ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഖിലാഫത്ത് പ്രസ്ഥാനം ഉടലെടുക്കുകയും ചെയ്തു എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. പ്രധാനമായും 1919 കാലയളവിൽ ഉടലെടുത്ത ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തുർക്കിയിലെ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ ഖലീഫ സ്ഥാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു കാലിഫേറ്റ് പുനഃസ്ഥാപിക്കുക എന്ന രീതിയിൽ ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അത് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി.
ഇവരെ രണ്ടുപേരെയും പൊതുവെ അലി സഹോദരന്മാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇവരോടൊപ്പം മൗലാന അബുൽ കലാം ആസാദ് കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോ മൗലാന അബുൽ കലാം ആസാദും മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി തുടങ്ങിയ അലി സഹോദരന്മാരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവായിരുന്നു മഹാത്മാഗാന്ധിജി. അതായത് ഹിന്ദു മുസ്ലിം ഐക്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മഹാത്മാഗാന്ധിജി കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ മഹാത്മാഗാന്ധിജി ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി എന്നതുകൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഐക്യം സൃഷ്ടിക്കുന്നതിനായി ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥം ഇന്ത്യയെമ്പാടും ഗാന്ധിജി സന്ദർശിക്കുകയുണ്ടായി. അത്തരത്തിൽ നമ്മുടെ കേരളത്തിലും ഗാന്ധിജി എത്തുകയുണ്ടായി. അതായത് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥം നമ്മുടെ കേരളത്തിലും ഗാന്ധിജി എത്തുകയുണ്ടായി. സോ ഇതായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം. കേരള ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ആണ് കേരളത്തിലെ ഗാന്ധിജി എത്തിയ ആ ഒരു വർഷങ്ങൾ ഏതൊക്കെ എന്നുള്ളത്. നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചുകൊള്ളുക. പ്രധാനമായിട്ടും 5 തവണയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. പ്രധാനമായും 5 തവണയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. ആ 5 തവണയിൽ ആദ്യമായി മഹാത്മാഗാന്ധിജി കേരളത്തിലെത്തുന്നത് 1920 അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥമാണ്. അപ്പൊ 1920 ഓഗസ്റ്റ് മാസം 18 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥം മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം മഹാത്മാഗാന്ധിജി കേരളത്തിലേക്ക് വരുന്നു. അദ്ദേഹം കേരളത്തിലെത്തിയത് കോഴിക്കോടാണ് എന്ന കാര്യവും മനസ്സിലാക്കി വെക്കണം. കോഴിക്കോടാണ് മഹാത്മാഗാന്ധിജി കേരളത്തിലെത്തിയത്. സോ ഈ കോഴിക്കോട് 1920 ഓഗസ്റ്റ് 18, ഓഗസ്റ്റ് 19 തീയതികളിലായി കോഴിക്കോട് ബീച്ചിൽ ഒരു വലിയ സമ്മേളനം നടക്കുകയും ആ സമ്മേളനത്തില് കോഴിക്കോട്ടെ ജനതയെ അല്ലെങ്കിൽ ഗാന്ധിജിയെ കാണുവാനെത്തിയ ആ ഒരു ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി സംസാരിക്കുകയുണ്ടായി എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് കേരളത്തിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ പബ്ലിക് സ്പീച്ച് അത് കോഴിക്കോടായിരുന്നു നടന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കേരളത്തിൽ ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആദ്യം ഗാന്ധിജി എത്തിയ ആ ഒരു കോഴിക്കോട് തന്നെയായിരുന്നു ആ ഒരു പ്രസംഗം നടത്തിയത് എന്ന കാര്യം മനസ്സിലാക്കണം. ഈ ഒരു പ്രസംഗം, ഗാന്ധിജിയുടെ ഒരു പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അത് കെ മാധവൻ നായർ ആയിരുന്നു എന്ന പോയിന്റ് കൂടി നിങ്ങൾ ഇവിടെ ഓർത്തു വെച്ചുകൊള്ളുക. അപ്പൊ ആരാണ് കെ മാധവൻ നായർ? ആരാണ് കെ മാധവൻ നായർ? ഇനിയും ഈ ഒരു വിസിറ്റ്, അതായത് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം, അത് പ്രധാനമായിട്ടും മലബാറിൽ ഖിലാഫത്ത് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി എത്തിയത് എന്ന് പറഞ്ഞു. സോ ഗാന്ധിജിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും ഈ ഒരു വിസിറ്റ് മലബാർ മേഖലയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അഭൂതപൂർവമായ വളർച്ചയാണ് കാഴ്ചവെച്ചത്. പ്രധാനമായിട്ടും ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വളരെയധികം ആളുകൾ അല്ലെങ്കിൽ വളരെയധികം പിന്തുണ ലഭിക്കുകയുണ്ടായി എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. സോ ആ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെ എന്ന കാര്യം കൂടി നമ്മൾ അവിടെ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അതേപോലെ തന്നെ മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പൊ ഇവരുടെ പേരുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും. അപ്പോ ഈ ഒരു മലബാർ മേഖലയിലെ ഖിലാഫത്ത് കമ്മിറ്റി വളരെയധികം മുന്നേറ്റം നടത്തി എന്ന കാര്യം മനസ്സിലാക്കണം. മലബാർ മേഖലയിലെ ഒട്ടുമിക്ക മുസ്ലിം ആളുകളും ഈ ഒരു ഖിലാഫത്ത് കമ്മിറ്റിയോടൊപ്പം ചേരുകയും അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം എന്ന മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ച ആ ഒരു അഹിംസാത്മകമായ സമരപരിപാടിയിൽ ഉൾക്കൊള്ളുകയും ഉണ്ടായി, അല്ലെങ്കിൽ ആ ഒരു സമരപരിപാടിയുടെ ഭാഗമായി മാറുകയും ഉണ്ടായി എന്ന കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ മലബാർ മേഖലയിൽ വളരെ സുശക്തമായ രീതിയിൽ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം വളരെയധികം പ്രചാരം നേടുകയാണ്. സത്യത്തിൽ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം പ്രചാരം നേടിയത് ബ്രിട്ടീഷുകാർക്കിടയിൽ അമ്പരപ്പുളവാക്കുകയുണ്ടായി. കാരണം അവര് വളരെയധികം പേടിയോടെയാണ് മലബാർ മേഖലയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആ ഒരു വളർച്ചയെ കണ്ടത്.
സോ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിൽ അരങ്ങേറിയ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഈ ഒരു മലബാർ കലാപം എന്ന് പറയപ്പെടുന്നത്. സോ ആ ഒരു മലബാർ കലാപത്തെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കാനായി പോകുന്നത്. അതിന്റെ ഒരു ചെറിയ ആമുഖമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് പ്രധാനമായും ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ പറഞ്ഞത്. ഇനിയും നമ്മൾ നോക്കാനായിട്ട് പോകുന്നു മലബാർ കലാപം എന്ന ടോപ്പിക്. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, മലബാർ കലാപം എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അരങ്ങേറിയ പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരമാണ് മലബാർ കലാപം. മക്കളെ, പ്രധാനമായിട്ടും ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മലബാർ മേഖലയിൽ വളരെ ശക്തമായൊരു വളർച്ച ലഭ്യമായി എന്ന കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പ്രധാനമായിട്ടും ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം വളരെയധികം മുന്നേറ്റം സ്വീകരിച്ചത്, അല്ലെങ്കിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടായത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. സോ ഈ ഒരു മുന്നേറ്റം ബ്രിട്ടീഷുകാരിൽ അമ്പരപ്പുളവാക്കി, ബ്രിട്ടീഷുകാർക്കുള്ളിൽ ഒരു ഭയം ജനിപ്പിച്ചു. അതായത് ഈ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം വലിയ രീതിയിൽ സായുധ സമരമായി മാറിയാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന കാര്യം അന്നത്തെ ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഈ ഒരു പ്രക്ഷോഭങ്ങൾക്ക് നേരെ വളരെയധികം കർക്കശമായ രീതി അല്ലെങ്കിൽ വളരെയധികം കർക്കശമായ രീതികളും ഒക്കെ തന്നെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ചു എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. സോ ഈ രണ്ട് താലൂക്കുകളിലും, അതായത് നമ്മൾ ഈ പറഞ്ഞ ഏറനാട്, വള്ളുവനാട് എന്നീ താലൂക്കുകളിൽ ബ്രിട്ടീഷ് സർക്കാർ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും മാപ്പിളമാർക്കെതിരായിട്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു എന്ന കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക. അതായത് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആദ്യ കാലഘട്ടം തൊട്ടേ ബ്രിട്ടീഷ് പട്ടാളം സ്വീകരിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും ഈ ഒരു ലഹളകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധങ്ങൾ എങ്ങനെ ഒരു കലാപത്തിലേക്ക് പോയി എന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഈ ഒരു മേഖലകളിൽ നേടിയ വൻ വളർച്ച, അത് പ്രധാനമായിട്ടും വളരെ അമ്പരപ്പോടെയും ഭയത്തോടെയും കണ്ട ബ്രിട്ടീഷുകാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നു. സോ ആ നടപടികൾ അത് പിന്നീട് ഒരു പ്രക്ഷോഭമായി മാറി. ആ പ്രക്ഷോഭം ഒരു കലാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അതെങ്ങനെ കലാപമായി മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട സംഭവം അറിഞ്ഞു വെക്കണം. അതാണ് പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ തോക്ക് കേസ്. സോ ഈ പൂക്കോട്ടൂർ തോക്ക് കേസ് എന്താണ് എന്ന കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെച്ചുകൊള്ളുക. പ്രധാനമായിട്ടും ഇവിടെ അറിഞ്ഞു വെക്കണം, നിലമ്പൂർ കോവിലകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി അത് പൂക്കോട്ടൂർ മേഖലയിൽ ഉണ്ടായിരുന്നു. സോ നിലമ്പൂർ കോവിലകത്തിനു വേണ്ടി ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യസ്ഥനായി നിന്നിരുന്ന വ്യക്തി അതായിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. വടക്കേ വീട്ടിൽ മുഹമ്മദ് പൂക്കോട്ടൂർ മേഖലയുടെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഈ വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. സോ പൂക്കോട്ടൂർ മേഖലയിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം, വടക്കേ വീട്ടിൽ മുഹമ്മദ്, ഈ ഒരു സ്ഥാനത്തേക്ക് വന്നത് നിലമ്പൂർ കോവിലകത്തെ ആ ഒരു നമ്പൂതിരിക്ക് ഇഷ്ടമായില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ആ ഒരു ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയുണ്ടായി. സോ ഇവർ തമ്മിൽ ശമ്പള കുടിശ്ശികയെ ചൊല്ലി ഒരു തർക്കം വരികയും ബലാത്കാരമായിട്ട് ആ ഒരു ശമ്പളം ആ ഒരു നമ്പൂതിരിയിൽ നിന്നും വടക്കേ വീട്ടിൽ മുഹമ്മദ് നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു നമ്പൂതിരി വടക്കേ വീട്ടിൽ മുഹമ്മദിനെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന ഇൻസ്പെക്ടർ മേനോനുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്ന നമ്പൂതിരി ഒരു കള്ളക്കേസ്, അതായത് നിലമ്പൂർ കോവിലകത്തെ ആ ഒരു മേഖലയിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ഈ ഒരു വടക്കേ വീട്ടിൽ മുഹമ്മദിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ ഒരു ഭാഗത്തു നിന്നും ഒരു തോക്ക് മോഷണം പോയി എന്നുള്ള ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ്. ഇതിനെയാണ് പൂക്കോട്ടൂർ തോക്ക് കേസ് എന്നറിയപ്പെടുന്നത്. സോ ഈ ഒരു പൂക്കോട്ടൂർ തോക്ക് കേസിനെ പറ്റി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ വിളിക്കുകയും വടക്കേ വീട്ടിൽ മുഹമ്മദ് ഒരു കൂട്ടം ഖിലാഫത്ത് സമര അനുകൂലികളുമായിട്ട് അവിടേക്ക് എത്തുകയും ചെയ്തു. സോ ആ ഒരു ഖിലാഫത്ത് സമരാനുകൂലികളും പോലീസുകാരും തമ്മിൽ ചെറിയ രീതിയിലൊക്കെയുള്ള സംഘർഷം നടക്കുകയും അതിനുശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങൾ ഈ ഒരു പൂക്കോട്ടൂർ മേഖലയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. സോ ഇതാണ്
പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്, പൂക്കോട്ടൂർ കലാപം, പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിന് ആസ്പദമായ സംഭവം അത് പൂക്കോട്ടൂർ തോക്ക് കേസാണ്. ഇതിനാസ്പദമായ സംഭവം എന്താണ്? അത് പൂക്കോട്ടൂർ തോക്ക് കേസാണ്. അപ്പോ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം അത് പൂക്കോട്ടൂർ കലാപമാണ്. അതെങ്ങനെ പെട്ടെന്നുള്ള കാരണമായി എന്ന് ചോദിച്ചാൽ, പൂക്കോട്ടൂരിൽ ആരംഭിച്ച ഈ ഒരു ചെറിയ പ്രക്ഷോഭം, ആ ഒരു പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ ഒരു മറ്റു മേഖലകളിലേക്ക്, അതായത് മലബാറിന്റെ മറ്റു മേഖലകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുകയും ഖിലാഫത്ത് അംഗങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഖിലാഫത്ത് ആർമിക്ക് നേരെ വളരെ ശക്തമായ രീതിയിൽ പോലീസ് ആക്രമണങ്ങൾ നടത്തി എന്ന വാർത്ത പെട്ടെന്ന് തന്നെ മലബാറിലെ മറ്റു താലൂക്കുകളിലും ഒക്കെ തന്നെ സ്പ്രെഡ് ആവുകയും അങ്ങനെ മറ്റു മേഖലകളിൽ, മലബാറിലെ മറ്റു മേഖലകളിൽ ഇതേപോലെ തന്നെ പ്രക്ഷോഭം നടക്കുകയും ഈ പ്രക്ഷോഭങ്ങളെല്ലാം യോജിച്ചുകൊണ്ട് ഒരു കലാപമായി ഈ സംഭവം മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സോ അപ്പൊ അവിടെ മനസ്സിലാക്കണം, മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം അത് പൂക്കോട്ടൂർ യുദ്ധം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ ഈ ഒരു പൂക്കോട്ടൂർ തോക്ക് കേസാണ് എന്ന് മനസ്സിലാക്കണം. സോ ഇവിടെ പൂക്കോട്ടൂർ കലാപത്തിന് പൂക്കോട്ടൂർ യുദ്ധം എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പൂക്കോട്ടൂർ തോക്ക് കേസ് എന്താണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഒന്ന് അറിഞ്ഞു വെക്കണം. സോ അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ഒരിക്കൽ കൂടി നോക്കിക്കേ. നമ്മൾ പറഞ്ഞ പോയിന്റ് മനസ്സിൽ വേണം, ആ ഒരു സംഭവങ്ങൾ മനസ്സിൽ വേണം. സോ ഇവിടെ നോക്കിക്കൊള്ളുക, മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണ്? അത് പൂക്കോട്ടൂർ യുദ്ധമാണ് അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായതാണ് പൂക്കോട്ടൂർ കലാപം. നമ്മൾ പറഞ്ഞേ പൂക്കോട്ടൂർ കലാപം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ആ ഒരു പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് അവിടെ ഒരു സംഘർഷത്തിന് കാരണമായി. ഖിലാഫത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളും പോലീസുകാരും തമ്മിൽ സംഘട്ടനങ്ങൾ ഉണ്ടായി. ആ സംഘട്ടനങ്ങൾ അവിടെ പ്രധാനമായിട്ടും ഒരു പ്രക്ഷോഭമായിട്ട് മാറി എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സോ ഈ ഒരു പ്രക്ഷോഭം എന്താകുന്നു? മറ്റു മേഖലകളിലേക്ക് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്നു. അങ്ങനെ ഇത് ഒരു കലാപമായി മാറുന്നു. കലാപം ഏറ്റവും പ്രധാനമായും പടർന്നു പിടിച്ച താലൂക്കുകളാണ് ഏറനാട്, വള്ളുവനാട്, അതേപോലെ തന്നെ പൊന്നാനി താലൂക്കിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഈ ഒരു ഭാഗങ്ങളിലേക്ക് കലാപം സ്പ്രെഡ് ആകുന്നു. ഇത് മലബാർ കലാപമായി മാറുന്നു. അതായത് ഇവിടെ ചെറിയൊരു സംഭവത്തിൽ, ചെറിയൊരു സംഘർഷത്തിൽ തുടങ്ങിയതാണ്, അത് വലിയ രീതിയിൽ ഒരു കലാപമായിട്ട് മാറുന്നു എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. സോ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായിട്ടുള്ള മാപ്പിളമാര് ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സോ ഇവിടെ നോക്കിക്കൊള്ളുക, ഈ ഒരു മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആ ഒരു മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു മലബാർ കലാപം അഫക്ട് ചെയ്ത ആ പ്രധാനപ്പെട്ട ഏരിയാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മക്കളെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അതായത് വള്ളുവനാട് താലൂക്ക്, അതേപോലെ തന്നെ ഏറനാട് താലൂക്ക്, ദെൻ പൊന്നാനി താലൂക്കിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ, പൊന്നാനി താലൂക്കിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു കലാപം സ്പ്രെഡ് ആയത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചുകൊള്ളുക. സോ ഈ ഒരു കലാപം പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ അക്രമാസക്തമായിട്ട് മാറി. അതായത് പോലീസും അതേപോലെ തന്നെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളുകളും തമ്മിൽ വളരെയധികം സംഘർഷങ്ങൾ കാരണമായി. മലബാറിൽ പോലീസുകാർക്ക് നേരെ ചില ഒളിയാക്രമണങ്ങൾ, ഒളിപ്പോരുകളും നടക്കുകയുണ്ടായി. അപ്പൊ ഈ ശക്തമായ പോരാട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആൾനാശവും ധനനഷ്ടവും ഒക്കെ തന്നെ ഉണ്ടാവുകയുണ്ടായി. സോ ഇത് ഈ ഒരു കാലയളവിൽ ഒരുപാട് അക്രമാസക്തമായ സംഭവങ്ങൾക്ക് കാരണമായി. അതായത് ഈ ഒരു സമയത്ത് പ്രതിഷേധകാരികൾ, അതായത് പ്രധാനമായിട്ടും ഈ മലബാറിലെ മാപ്പിളമാര് പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും സർക്കാർ ട്രഷറികൾ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അത്തരത്തിൽ വളരെയധികം രൂക്ഷമായ സംഘടനകളായിരുന്നു മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഈ സംഘടന
സംഘടനകൾ വലിയ രീതിയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നുവെങ്കിൽ പിന്നീടുള്ള കാലഘട്ടം അത് ജന്മിമാർക്കും എതിരായി മാറുകയുണ്ടായി. കാരണം ഒരു സമയത്ത് ബ്രിട്ടീഷ് പോലീസുകാർക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്ന ആ ഒരു വേളയിൽ ബ്രിട്ടീഷുകാർ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സമയത്ത് കലാപകാരികൾ ഈ ഒരു പ്രദേശങ്ങളുടെ കംപ്ലീറ്റ് നിയന്ത്രണം ഏറ്റെടുക്കുകയുണ്ടായി. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു അക്രമാസക്തമായ ഗ്രൂപ്പ് എമേർജ് ചെയ്യുകയും അന്നത്തെ ഹിന്ദു ജന്മിമാരെ ഒക്കെ തന്നെ ആക്രമിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കണം. ഹിന്ദു ജന്മിമാര് വളരെയധികം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ തന്നെ ഒരു സൈഡില് ഒരു വിഭാഗം കലാപകാരികൾ നിർബന്ധിത മതപരിവർത്തനവും മറ്റും നടത്തി വന്നിരുന്നു എന്ന കാര്യം കൂടി അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സംഭവങ്ങളും ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ നമ്മളൊന്ന് അറിയേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അന്നത്തെ കാലഘട്ടത്തിലെ അക്രമ സംഭവങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്. അത് പ്രധാനമായും കുമാരനാശാൻ രചിച്ച ദുരവസ്ഥയാണ്. നമുക്ക് പ്രീവിയസ് ഇയറിൽ ഈ ദുരവസ്ഥയെ പറ്റി പല പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അറിഞ്ഞു വെക്കണം, മലബാർ കലാപം ആസ്പദമാക്കി കുമാരനാശാൻ രചിക്കപ്പെട്ട കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം ആസ്പദമാക്കി കുമാരനാശാൻ രചിക്കപ്പെട്ട കൃതിയായിരുന്നു ദുരവസ്ഥ എന്ന കാര്യം നമ്മളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അതായത് ഈ ഒരു കാലയളവിൽ പ്രധാനമായിട്ടും മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും ഇവിടെ പ്രധാനമായിട്ടും ആ ഒരു കൃതിയുടെ ഇതിവൃത്തം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് കലാപകാരികളിൽ നിന്നും രക്ഷപ്പെട്ട നമ്പൂതിരി യുവതിയായിട്ടുള്ള സാവിത്രി, ആ സാവിത്രി ചാത്തൻ എന്ന പുലയ യുവാവിന്റെ കുടിലിൽ എത്തിപ്പെടുന്നതും അവിടെ അഭയം പ്രാപിക്കുന്നതും അവരുമായിട്ട് അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ബന്ധം രൂപപ്പെടുന്നതുമൊക്കെയാണ്, പുതിയൊരു ബന്ധം നാം വിടുന്നതുമൊക്കെയാണ് ഈ ഒരു കവിതയിലെ പ്രധാനപ്പെട്ട പ്രമേയം. അതായത് മലബാർ കലാപ സമയത്ത് മാപ്പിളമാരായിട്ടുള്ള കലാപകാരികളുടെ ആക്രമം രൂക്ഷമായ വേളയിലാണ് ഈ ഒരു നമ്പൂതിരി യുവതിയായിട്ടുള്ള സാവിത്രി രക്ഷപ്പെട്ടു പോകുന്നതും ആ രക്ഷപ്പെട്ട് ചാത്തൻ എന്ന് പറയുന്ന പുലയ യുവാവിന്റെ കുടിലിൽ അഭയം പ്രാപിക്കുന്നതും പിന്നീട് അവർ തമ്മിലുണ്ടായ ആ ഒരു ബന്ധവും ഒക്കെ തന്നെയാണ് ദുരവസ്ഥ എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ പ്രധാനമായിട്ടും ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനിയും ഇവിടെ പ്രധാനമായിട്ടും ദുരവസ്ഥയെ പറ്റിയിട്ടുള്ള ചില പോയിന്റുകൾ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. അതായത് മിശ്ര വിവാഹം ആസ്പദമാക്കി ആശാൻ രചിച്ച കൃതിയായിരുന്നു ദുരവസ്ഥ. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് മിശ്ര വിവാഹത്തെ ആസ്പദമാക്കിയിട്ട് കുമാരനാശാൻ രചിച്ച പ്രധാനപ്പെട്ട കൃതിയാണ് ദുരവസ്ഥ. അതേപോലെ തന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതി കൂടിയാണ് ദുരവസ്ഥ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ. അതുകൂടി ഇവിടെ അറിഞ്ഞു വെക്കണം. അപ്പോ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ചതാണ് ഈ ഒരു കൃതി എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഈ മലബാർ കലാപത്തിന് ഇത്രയും സംഭവ വികാസങ്ങൾ അവിടെ നടന്നപ്പോൾ ഈ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരിക്കും? ആ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ പേരുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതേപോലെ തന്നെ ആലി മുസ്ലിയാർ, ദെൻ സീതി കോയ തങ്ങൾ, ഇവരൊക്കെ ആയിരുന്നു ഈ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അപ്പോ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതേപോലെ തന്നെ സീതി കോയ തങ്ങൾ, ആലി മുസ്ലിയാർ, ഇവരൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു കലാപത്തിന് നേതൃനിരയിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ പേരുകൾ വളരെ പ്രധാനമാണ്, അതുകൊണ്ട് അറിഞ്ഞു വെച്ചുകൊള്ളുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ, മലബാറിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ നിയന്ത്രണം അത് പ്രധാനമായിട്ടും കലാപകാരികൾ ഏറ്റെടുത്തു എന്ന് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. ആ പ്രദേശങ്ങളുടെ പേരൊന്ന് അറിഞ്ഞു വെച്ചുകൊള്ളുക. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, ഇവയൊക്കെ ആയിരുന്നു ആ പ്രധാനപ്പെട്ട ഏരിയകൾ. ഏതൊക്കെയാണ്? തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, അതേപോലെ തന്നെ മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ. സോ ഈ ഒരു പ്രദേശങ്ങളുടെ നിയന്ത്രണം കലാപകാരികൾ ഏറ്റെടുക്കുകയും കലാപകാരികൾ പിടിച്ചെടുത്ത ഈ ഒരു പ്രദേശത്തെ താൽക്കാലിക ഭരണാധികാരിയായിട്ട് കലാപത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആലി മുസ്ലിയാരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതും ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് മലബാർ കലാപത്തിന്റെ താൽക്കാലിക വിജയത്തിന് ശേഷം കലാപകാരികൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ താൽക്കാലിക ഭരണാധികാരിയായിട്ട് അവരോധിച്ചത് പ്രധാനമായിട്ടും ഈ ആലി മുസ്ലിയാരെയാണ്. പേരെന്താ?
ആലി മുസ്ലിയാർ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ആലി മുസ്ലിയാർ. സോ ആ ആലി മുസ്ലിയാരെയാണ് ഈ ഒരു പ്രദേശങ്ങളുടെ താൽക്കാലിക ഭരണാധികാരിയായിട്ട് അപ്പോയിന്റ് ചെയ്തത്. ഈ ആലി മുസ്ലിയാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞു വെക്കണം, ഈ ആലി മുസ്ലിയാരെ പിന്നീട് ബ്രിട്ടീഷുകാർ പിടികൂടുകയും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു എന്ന കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. ഇനിയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതായത് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതൃനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ചില ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പ്രകാരം ഇദ്ദേഹം ഒരു വിഭാഗം കലാപകാരികൾ നടത്തി വന്ന പ്രധാനപ്പെട്ട ചില മതപരിവർത്തനങ്ങൾക്കും ഹിന്ദു ജന്മിമാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കുമൊക്കെ എതിരായി നിന്ന വ്യക്തിയാണ് എന്ന് ചില ഹിസ്റ്റോറിക്കൽ റെക്കോർഡിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മലബാർ കലാപ വേളയിൽ ഇദ്ദേഹം ഹിന്ദു പത്രത്തിന് ഒരു കത്തെഴുതുകയും ഹിന്ദു പത്രത്തിന്റെ പത്രാധിപർക്ക് ഒരു കത്തെഴുതുകയും തങ്ങൾക്ക് മേലെ ചാർത്തിയ മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും അതേപോലെ തന്നെ ഹിന്ദു ജന്മിമാരെ ആക്രമിച്ചതിലൊന്നും തങ്ങൾക്ക് പങ്കില്ല എന്ന് ആ ഒരു ലെറ്ററിലൂടെ പ്രസ്താവിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ഈ ഒരു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. സോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ അറിഞ്ഞു വെക്കണം. അതായത് ഈ കലാപവേളയിൽ ഇദ്ദേഹം തന്നെ സ്വയം ചില ടൈറ്റിലുകൾ സ്വീകരിക്കുകയുണ്ടായി. അതായത് ഹിന്ദുക്കളുടെ രാജാവ്, മുഹമ്മദീയരുടെ അമീർ, ഖിലാഫത്ത് സൈന്യത്തിന്റെ കേണൽ എന്നീ പദവികൾ ഇദ്ദേഹം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഈ ഒരു മലബാർ കലാപ സമയത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹം സ്വയം ചില പദവികൾ സ്വീകരിച്ചു. സോ ആ ടൈറ്റിലുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഹിന്ദുക്കളുടെ രാജാവ്, രാജ ഓഫ് ഹിന്ദുസ്, മുഹമ്മദീയരുടെ അമീർ, അമീർ ഓഫ് മുഹമ്മദിയ, അമീർ ഓഫ് മുഹമ്മദിയ, അതേപോലെ തന്നെ ഖിലാഫത്ത് സൈന്യത്തിന്റെ കേണൽ ഓഫ് ഖിലാഫത്ത് ആർമി. അതായത് ഈ ഒരു സമയത്ത് ഖിലാഫത്ത് ആർമി രൂപീകരിക്കപ്പെട്ടിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് ഖിലാഫത്ത് ആർമി രൂപീകരിക്കപ്പെട്ടിരുന്നു. ആ ഖിലാഫത്ത് ആർമിയുടെ കമാൻഡർ അല്ലെങ്കിൽ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നീ ടൈറ്റിലും ഇദ്ദേഹം സ്വയം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദ്യമായി വന്നിട്ടുള്ള പോയിന്റ് കൂടിയാണ്. അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കി വെച്ചുകൊള്ളുക. സോ അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളും കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊള്ളുക. ഇനിയും ഈ ഒരു കലാപം ഏകദേശം 6 മാസക്കാലം നീണ്ടു നിന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. 6 മാസക്കാലം ഈ കലാപകാരികൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ ഭരണം അവർ നയിക്കുകയും കലാപകാരികൾ ആ ഒരു പ്രദേശത്തെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. 6 മാസത്തിന് ശേഷമാണ് ഈ കലാപത്തെ ഒന്ന് അടിച്ചമർത്തുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചത്. പ്രധാനമായിട്ടും വനമേഖലയിൽ നിന്നുമൊക്കെയുള്ള ഒളിപ്പോരായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഒളിപ്പോരിനെ ചെറുക്കുന്നതിനായി ഗൂർഖ സൈന്യത്തെയാണ് ബ്രിട്ടീഷ് പട്ടാളം ഇവിടേക്ക് ഇറക്കിയത്. സോ അങ്ങനെ കലാപം അടിച്ചമർത്തുവാന് ബ്രിട്ടീഷുകാര് ഗൂർഖ സൈന്യങ്ങളെ അയച്ചു എന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ സൈന്യവും ഗൂർഖ പട്ടാളവും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സോ മലബാറിൽ അതിനുശേഷം പട്ടാള നിയമം അല്ലെങ്കിൽ മാർഷ്യൽ ലോ പ്രഖ്യാപിക്കുകയും അടിച്ചമർത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ ഈ ഒരു മലബാർ കലാപത്തെ അടിച്ചമർത്തുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മലബാർ കലാപം പൂർണ്ണമായും അടിച്ചമർത്തുകയും മലബാർ കലാപത്തിന്റെ ഭാഗമായിരുന്ന കലാപകാരികളെ പിടികൂടുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഒരു വേളയിൽ കലാപകാരികൾ ജന്മിമാർക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾക്ക് സമാനമായ രീതിയിൽ ബ്രിട്ടീഷ് പട്ടാളം കലാപകാരികളുടെ കുടുംബങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തി. അതായത് കലാപകാരികൾക്ക് മേൽ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ, കലാപകാരികളെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ ഈ ഒരു മലബാർ മേഖലയിൽ തമ്പടിച്ച ബ്രിട്ടീഷ് പട്ടാളം കലാപത്തിൽ പങ്കെടുത്തിരുന്നവരുടെ കുടുംബത്തെ ദ്രോഹിക്കുകയും ആ ഒരു കുടുംബാംഗങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഉണ്ടായ ബ്രിട്ടീഷ് ആക്രമണം കണക്കിലെടുത്തുകൊണ്ട് ഒളിവിലായിരുന്ന കലാപകാരികൾ എല്ലാവരും തന്നെ പടനിലത്തേക്ക് എത്തുകയും അല്ലെങ്കിൽ പടക്കളത്തിലേക്ക് എത്തുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിക്കുകയും ചെയ്തു എന്ന കാര്യം കൂടി അവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. സോ ആ ഒരു കാലയളവിൽ അങ്ങനെ ഒരു പോരാട്ടം നടന്ന് ആ ഒരു പോരാട്ടങ്ങൾക്ക് ശേഷമാണ് മലബാർ കലാപം ഒന്ന് അടിച്ചമർത്തുവാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക.
സോ ഈ മലബാർ കലാപവേളയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കുപ്രസിദ്ധമായ സംഭവം കൂടിയുണ്ട്. മലബാർ കലാപം അടിച്ചമർത്തിയ കഥകൾ പഠിക്കുമ്പോൾ ആ ഒരു കുപ്രസിദ്ധി നിറഞ്ഞ സംഭവത്തെ കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതാണ് വാഗൺ ട്രാജഡി എന്ന് പറയപ്പെടുന്നത്. വാഗൺ ട്രാജഡി. അപ്പൊ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു വാഗൺ ട്രാജഡിയെ പറ്റിയിട്ടാണ്. അതായത് പ്രധാനമായിട്ടും ഈ മലബാർ മേഖലയിൽ നിന്നും പിടികൂടിയ കലാപകാരികളെ ഒക്കെ തന്നെ മലബാർ മേഖലയിലെ ജയിലുകളിലാണ് ആദ്യം അടച്ചത്. പക്ഷേ കലാപകാരികൾ നിരവധി കലാപകാരികൾ ഉണ്ടായിരുന്നതിനാൽ ഈ ഒരു കലാപകാരികളെ കൊണ്ട് ആ ഒരു മലബാറിലെ ജയിലുകൾ നിറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിലുള്ള മറ്റു ജയിലുകളിലേക്ക് ഈ കലാപകാരികളെ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. സോ അങ്ങനെ 1921 നവംബർ മാസം 19-ാം തീയതി മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും ഒരു വലിയ ഗുഡ്സ് ട്രെയിനിൽ കുത്തി നിറച്ചുകൊണ്ട് ഒരു ബോഗിയിൽ കുത്തി നിറച്ചുകൊണ്ട് ഒട്ടനവധി കലാപകാരികളെ കോയമ്പത്തൂരിലെ ജയിലിലേക്ക് അയക്കുകയുണ്ടായി. അതായത് തിരൂരിൽ നിന്നും പിടികൂടിയ കലാപകാരികളെ മലബാറിൽ നിന്നും പിടികൂടിയ കലാപകാരികളെ തിരൂരിൽ നിന്നും ഒരു ബോഗിയിൽ കുത്തി നിറച്ചുകൊണ്ട് അവര് കോയമ്പത്തൂരിലേക്ക് അയക്കുകയുണ്ടായി. 1921 നവംബർ മാസം 19-ാം തീയതിയാണ് ഈ ഒരു ട്രെയിൻ യാത്ര പുറപ്പെടുന്നത്. ഒരു ഗുഡ്സ് ട്രെയിനിൽ കൊള്ളാവുന്നതിലും അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ട്രെയിനിലെ ആ ഒരു ബോഗിയിൽ കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകളെ അവർ കുത്തി നിറയ്ക്കുകയുണ്ടായി. ഒന്ന്, മനുഷ്യരെ ആ ഒരു ഗുഡ്സ് ട്രെയിനിൽ കുത്തി നിറച്ച അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ ആ ഒരു ബോഗിയിൽ കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകളെ അവർ കുത്തി നിറയ്ക്കുകയുണ്ടായി. സോ ശ്വാസം കിട്ടാതെ പിടഞ്ഞ അവരുടെ നിലവിളികളൊന്നും തന്നെ കണക്കിലെടുക്കാതെ ആ ഗുഡ്സ് ട്രെയിൻ തിരൂരിൽ നിന്നും പുറപ്പെട്ടു. സോ ഈ ഒരു ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു MSMLV 1711. MSMLV 1711. സോ ആ ഒരു ഗുഡ്സ് ട്രെയിന് മുന്നോട്ട് പോവുകയും, പക്ഷേ ആ ഒരു ഗുഡ്സ് ട്രെയിന് കോയമ്പത്തൂരിനടുത്തായിട്ടുള്ള പൊതന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ തൊട്ടടുത്ത ദിവസം പുലർച്ചെയാണ് സംഭവം. 1919 ജനുവരി മാസം 20-ാം തീയതി ആ പൊതന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ട് ആ ഒരു ഗുഡ്സ് ട്രെയിനിന്റെ ആ ഒരു ബോഗി തുറന്നു നോക്കിയപ്പോൾ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിൽ കുത്തി നിറച്ച കലാപകാരികളും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. സോ ഇത്തരത്തിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൺ ട്രാജഡി. ആ ഒരു വാഗണിൽ നടന്ന ട്രാജഡി ആയതുകൊണ്ടാണ് ഇതിനെ വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കൊള്ളുക, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൺ ട്രാജഡി. അപ്പൊ അവിടെ ആ ഒരു വാഗണിന്റെ പേര് ഓർത്തു വെക്കണം, MSMLV 1711. എന്താണ് MSMLV 1711? 1921 നവംബർ 20-നാണ് ഈ ഒരു വാഗൺ ട്രാജഡി നടന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വേറൊരു പേര് കൂടി പറഞ്ഞു, അല്ലെങ്കിൽ ഡേറ്റ് കൂടി പറഞ്ഞു, നവംബർ മാസം 19. അതായത് നവംബർ 19-നാണ് തിരൂർ നിന്നും ഇവര് യാത്ര ആരംഭിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് പൊതന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അതായത് മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി നിരവധി ആളുകൾ ശ്വാസം കിട്ടാതെ മരിച്ചു. ഈ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേഷൻ അത് പൊതന്നൂർ സ്റ്റേഷനാണ്. പൊതന്നൂർ സ്റ്റേഷൻ തൊട്ട് മുൻപത്തെ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ നമ്മുടെ SSCRT പുസ്തകത്തിലെ ഒരു ചിത്രമാണ്. അവിടെ പൊതന്നൂർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷന്റെ പേര് കാണാൻ സാധിക്കും. ഇതാണ് വാഗൺ ട്രാജഡി ദുരന്തവുമായി ബന്ധപ്പെട്ട ആ ഒരു കാഴ്ച. അത് ചിത്രകാരന്റെ ഭാവനയിലുള്ള ആ ഒരു ചിത്രമാണ്. സോ ആ ഒരു വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ അത് പൊതന്നൂറാണ്. സോ ഈ ഒരു വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കണം. SSCRT പുസ്തകത്തിൽ പറയുന്ന ഫാക്ട് ആണിത്. മറ്റു പല പുസ്തകത്തിലും പല നിരക്കാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ SSCRT പുസ്തകത്തിലെ ആ ഒരു നമ്പർ മനസ്സിലാക്കിക്കൊള്ളുക, 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സോ ഇതായിരുന്നു വാഗൺ ട്രാജഡി എന്ന് പറയപ്പെടുന്നത്. ഇനിയും ആ ഒരു ഡേറ്റിന്റെ കാര്യം, ഇവർ തിരൂരിൽ നിന്നും യാത്ര പുറപ്പെട്ടത് 1921 നവംബർ മാസം 19-ാം തീയതിയാണ്. എന്നാൽ പൊതന്നൂരിൽ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം പുലർച്ചെയാണ്. അതായത് 1921 നവംബർ മാസം 20-ാം തീയതി. അതുകൊണ്ടാണ്
ഈ ഒരു വാഗൺ ട്രാജഡി ദുരന്തത്തിന്റെ ദിവസമായി നമ്മൾ 1921 നവംബർ 20 പറയുന്നത്. 1921 നവംബർ 20 എന്ന ആ ഒരു ഡേറ്റ് പറയുന്നത് അതുകൊണ്ടാണ്. അതൊന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക. സോ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിശേഷണമുണ്ട്. അതായത് പൊതനൂറിലെ ഇരുട്ടറ ദുരന്തം. അതായത് ആളുകൾ ശ്വാസം മുട്ടിയ ആ ഒരു ഇരുട്ടറയിൽ, അതായത് ആ ഒരു ബോഗി എന്ന് പറയുന്ന ആ ഒരു ഇരുട്ടറയിൽ കിടന്നു മരിച്ച ആ ഒരു സംഭവത്തെ പൊതനൂറിലെ ഇരുട്ടറ ദുരന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഓഫ് പൊതനൂർ എന്ന് വിശേഷിപ്പിച്ചത് ചരിത്രകാരനായ സുമിത് സർക്കാരാണ്. സോ വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പൊതനൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. അതിന്റെ മലയാളം കൂടി മനസ്സിലാക്കണം. പൊതനൂറിലെ ഇരുട്ടറ ദുരന്തം, പൊതനൂറിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. ഇനിയും ഈ വാഗൺ ട്രാജഡി ദുരന്തത്തെ പറ്റി അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ആയിരുന്നു AR നെയ്പ് കമ്മീഷൻ. AR നെയ്പ് കമ്മീഷൻ. കാരണം വളരെ മനുഷ്യത്വരഹിതമായ ഒരു സമീപനമായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സോ ഈ ഒരു സംഭവത്തെ പറ്റി അന്വേഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആയിരുന്നു AR നെയ്പ് കമ്മീഷൻ. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. AR നെയ്പ് കമ്മീഷൻ അന്വേഷിച്ചു എങ്കിൽ പോലും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയോ ഒരാൾ പോലും വിചാരണ നേരിടുകയോ ഒരാളെ പോലും ശിക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണം. സോ മക്കളെ, ഇതാണ് വാഗൺ ട്രാജഡി ദുരന്തം. ഈ വാഗൺ ട്രാജഡി ദുരന്തത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഗുഡ്സ് ട്രെയിൻ യാത്ര പുറപ്പെട്ട അല്ലെങ്കിൽ യാത്ര ആരംഭിച്ച തിരൂരിലാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെച്ചുകൊള്ളുക. അതായത് ഈ ഒരു വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അത് തിരൂരിലാണ് എന്ന കാര്യം കൂടി അവിടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇതാണ് വാഗൺ ട്രാജഡിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു സംഭവം കൂടിയാണ് ഈ ഒരു വാഗൺ ട്രാജഡി ദുരന്തം. ഇനിയും ഈ ഒരു മലബാർ കലാപ വേളയിൽ കലാപകാരികൾക്കെതിരെ ശക്തമായി നടപടിയെടുത്ത അന്നത്തെ മലബാറിലെ പോലീസ് മേധാവിയായിരുന്നു, ജില്ലാ പോലീസ് മേധാവിയായിരുന്നു R.H. ഹിച്ച്കോക്ക്. ഈ ഹിച്ച്കോക്കിനെ പിന്നീട് കലാപകാരികൾ ചേർന്ന് കൊലപ്പെടുത്തി എന്ന കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളുക. അതായത് മലബാർ കലാപവേളയില് മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഹിച്ച്കോക്ക് ആണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഒരു ഹിച്ച്കോക്കിന്റെ സ്മാരകം മലബാർ മേഖലയിൽ പണിയെഴുപ്പിച്ചിരുന്നു. ആ ഒരു സ്മാരകം പൊളിച്ചു മാറ്റണം ആവശ്യപ്പെട്ടുകൊണ്ട് മലബാർ മേഖലയിൽ ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. സോ ആ ഒരു പ്രക്ഷോഭം നയിക്കുകയും ആ പ്രക്ഷോഭ വേളയിൽ ആലപിക്കുന്നതിനായിട്ട് ഒരു പടപ്പാട്ട്, അതായത് ദേശഭക്തി ഗാനം എന്നുള്ള രീതിയിൽ ഒരു പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ഇദ്ദേഹത്തിന്റെ ആ ഒരു പടപ്പാട്ടൊക്കെ തന്നെ പ്രധാനമായിട്ട് നമ്മുടെ SCRT പാഠപുസ്തകത്തില് വിവരിക്കുന്നുണ്ട്. അപ്പോ ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുകയും പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. അദ്ദേഹത്തിന്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അപ്പൊ ഇത്രയുമാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയും ചില അനുബന്ധ വസ്തുതകൾ കൂടി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അനുബന്ധ വസ്തുതകൾ കൂടി ഒന്ന് പറയാൻ പോവുകയാണ്. നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് ഉറൂബ്. നോട്ട് ചെയ്ത് വെക്കണം. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് ഉറൂബ്. അതേപോലെ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K. മാധവൻ നായർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K. മാധവൻ നായർ ആണ്. അതേപോലെ തന്നെ ഖിലാഫത്ത് സ്മരണകൾ എന്ന പേരിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട രചനകൾ നടത്തിയ വ്യക്തിയാണ് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഈ ഒരു മലബാർ കലാപ വേളയിൽ ചില തിക്താനുഭവങ്ങൾ നേരിട്ട വ്യക്തി കൂടിയാണ് ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അപ്പൊ അദ്ദേഹം നേരിടേണ്ടി വന്ന ആ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആ ഒരു കൃതിയാണ് ഖിലാഫത്ത് സ്മരണകൾ എന്ന കാര്യം കൂടി അറിഞ്ഞു വെച്ചുകൊള്ളുക. ഇനിയും മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് 1921 എന്നുള്ളത്.
മലബാർ കലാപം അരങ്ങേറിയ അതേ വർഷം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പേരായും നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോ ആ ഒരു ചിത്രത്തിന്റെ പേര് 1921. ഈ ഒരു ചിത്രത്തിന് തിരക്കഥ രചിച്ച വ്യക്തി ടി ദാമോദരനാണ്. ടി ദാമോദരൻ. അപ്പോ മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. അതിന് തിരക്കഥ രചിച്ച വ്യക്തി അത് ടി ദാമോദരനാണ്. ആരാണ്? ടി ദാമോദരൻ. അപ്പൊ മക്കളെ, ഇത്രയുമാണ് പ്രധാനമായും മലബാർ കലാപം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മലബാർ കലാപം ആരംഭിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ് മലബാർ കലാപം ആരംഭിക്കുന്നത്. ആ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില അനുബന്ധ വസ്തുതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രചാരണവും ആ ഒരു വളർച്ചയിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ ഭയവും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ചില നടപടികൾ ഖിലാഫത്ത് കമ്മിറ്റി അംഗങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉരസാൻ കാരണമായി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പൂക്കോട്ടൂർ തോക്ക് കേസാണ്. പൂക്കോട്ടൂർ തോക്ക് കേസ് അല്ലെങ്കിൽ പൂക്കോട്ടൂർ ആ ഒരു തോക്ക് കേസ്, ഒരു കള്ളക്കേസ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെതിരെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടൂർ മേഖലയിൽ ഒരു സംഘർഷം വരുന്നു. അതാണ് പൂക്കോട്ടൂർ യുദ്ധം. പിന്നീട് അങ്ങോട്ട് ഈ ഒരു സംഘർഷം മലബാറിലെ മറ്റു പ്രദേശങ്ങളിലും സ്പ്രെഡാകുന്നു. ഇതായിരുന്നു മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം. അങ്ങനെ മലബാർ കലാപം വളരെ വേഗം തന്നെ മലബാർ മേഖലയിൽ സ്പ്രെഡാകുന്നു. പ്രധാനമായും ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ഈ ഒരു മലബാർ കലാപം സ്പ്രെഡായത് എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നീട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും മലബാർ കലാപത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരെ പറ്റിയും നമ്മൾ പഠിച്ചു. അവരെ പറ്റിയും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഓർത്തു വെച്ചുകൊള്ളുക. പിന്നീട് നമ്മൾ പറഞ്ഞത് മലബാർ കലാപത്തിന്റെ അവസാനവും അതേപോലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന കുപ്രസിദ്ധ സംഭവമായിട്ടുള്ള വാഗൺ ട്രാജഡിയുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മലബാർ കലാപം എന്ന ഭാഗം മുൻ വർഷങ്ങളില് ചോദ്യ പേപ്പറുകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ മക്കളെ, ഈ ഒരു ക്ലാസ് ഒരിക്കൽ കൂടി കണ്ട് ഈ ഒരു ഭാഗം കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റിവൈസ് ചെയ്ത് ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്താൽ ഈ ഒരു ഭാഗം വേറെ എവിടെയും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഭാഗം നിൽക്കുന്നതാണ്. അപ്പോ ഈ ഒരു ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ ഇത്ര നേരം ആക്റ്റീവായിട്ട് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ല രീതിയിൽ പഠിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും മറ്റ് ക്ലാസ്സുകളുമായി കാണാം എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി. താങ്ക് യു സോ മച്ച്.